കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ കെട്ടടങ്ങുന്നില്ല. അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാർ ഇടപെടലുകൾ സജീവമാണ്. ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടെത്തിയ രക്തക്കറ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അപ്രത്യക്ഷമായത് എങ്ങനെ? ചോദ്യങ്ങൾ നിരവധിയാണ്. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പൊരുത്തക്കേടുകൾ. നവീൻ ബാബു ധരിച്ച അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. പക്ഷേ ഇതു സംബന്ധിച്ച യാതൊരു പരാമർശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായരുടെ വെളിപ്പെടുത്തൽ ജനം ഡിബേറ്റിൽ. നവീൻ ബാബു ധരിച്ച അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നാണ് ഒക്ടോബർ 15 കണ്ണൂർ ടൗൺ പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. തൂങ്ങിമരണമെന്ന് സ്ഥിരീകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരികമോ ബാഹ്യമോ ആയ പരിക്കുകൾ, മുറിവുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് കണ്ടെത്തലുള്ളത്. മുറിവുകളോ പരിക്കുകളോ ഇല്ലാതെ എങ്ങനെ രക്തം പുറത്തു വന്നു എന്നത് ദുരൂഹത അവശേഷിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ജനം ഡിബേറ്റിൽ നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായരുടെ ഗുരുതര വെളിപ്പെടുത്തലായി ഇക്കാര്യം ആദ്യം പുറത്തു വന്നു. മൃതദേഹത്തിലെ മുറിവുകൾ സംബന്ധിച്ച അന്വേഷണം പോസ്റ്റ്മോർട്ടത്തോടെ അവസാനിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നതെന്നും അനിൽ പി നായർ ജനം ഡിബേറ്റിൽ ആരോപിച്ചു. പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് ഇന്റേണൽ എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇന്റേണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് യൂസ് ചെയ്യപ്പെടുമോ? ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചു. എഫ്ഐആറിലും രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നുമില്ല. മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ലെന്നാണ് എഫ്ഐആറിന്റെ ഉള്ളടക്കം. പ്രത്യേക അന്വേഷണ സംഘവും ഇത് സംബന്ധിച്ച് കണ്ടെത്തലുകൾ ഒന്നും നടത്തിയില്ല. കുടുംബത്തെ അറിയിക്കാതെ ഇൻക്വസ്റ്റ് നടത്തിയതിലും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന ആവശ്യം തള്ളിയതിലും നവീൻ ബാബുവിന്റെ കുടുംബം എതിർപ്പ് അറിയിച്ചിരുന്നു. ആരോപണ വിധേയരായ പി ദിവ്യ, പ്രശാന്തൻ എന്നിവർക്ക് സ്വാധീനമുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ അത് അട്ടിമറിച്ചേക്കാമെന്നായിരുന്നു കുടുംബം ഉന്നയിച്ച ആശങ്ക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ജനം, പത്തനംതിട്ട. തിരുവനന്തപുരം പാലോട് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും നിരന്തര മാനസിക പീഡനവും മർദ്ദനവുമാണെന്ന് പോലീസ് കണ്ടെത്തി. കേസിന്റെ അന്വേഷണ ചുമതല നെടുമങ്ങാട് ഡിവൈഎസ്പിക്കാണ്. വനവാസി സമൂഹത്തിൽപ്പെട്ട ഇന്ദുജയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്. 3 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. പ്രണയത്തിലായിരുന്ന ഇരുവരുടെ വിവാഹത്തിന് ഇരു വീട്ടുകാരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അമ്പലത്തിൽ കൊണ്ടുപോയി താലികെട്ടി. ഇതിനുശേഷം വീട്ടുകാരുമായി ഇന്ദുജയ്ക്ക് കാര്യമായ ബന്ധം ഉണ്ടായിരുന്നില്ല. 3 മാസങ്ങൾക്ക് മുൻപ് മധുരമുള്ളൊരു ജീവിതം പ്രതീക്ഷിച്ച് ഈ വീട് വിട്ടിറങ്ങുമ്പോൾ ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ഇന്ദുജ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ഭർത്താവിന് പുറമെ ഭർത്താവിന്റെ സുഹൃത്തിന്റെയും മാനസികവും ശാരീരികവുമായ ക്രൂരപീഡനങ്ങൾക്കൊടുവിലാണ് ഇന്ദുജ ജീവിതം അവസാനിപ്പിച്ചത്. ഭർത്തൃവീട്ടിൽ ഇന്ദുജ നിരന്തരം പീഡനത്തിനിരയായെന്ന ബന്ധുക്കളുടെ ആരോപണവും ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയ ഗുരുതര പരിക്കുകളും കേസിൽ വഴിത്തിരിവായി. കണ്ണിന് സമീപത്തും തോളിലുമായിരുന്നു ആ ഗുരുതര പരിക്കുകൾ.
കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. അഭിജിത്തിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തായ അജാസിനെ കസ്റ്റഡിയിലെടുത്തത്. അജാസുമായി ഇന്ദുജയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു. ഇതിന്റെ പാടുകളാണ് ഇന്ദുജയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ആത്മഹത്യക്ക് തൊട്ടുമുൻപ് അജാസ് ഇന്ദുജയെ വിളിച്ച് ദേഷ്യപ്പെട്ടു. പിന്നാലെയാണ് തൂങ്ങിമരണം. മരണത്തിൽ അഭിജിത്തിന്റെ കുടുംബത്തിന്റെ പങ്കും അന്വേഷിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. കൊലപാതകം ചെയ്ത കുറ്റവാളി അഭിജിത്ത് എന്ന് പറഞ്ഞാലും അവൻ്റെ കൂട്ടുകാരന് ചെയ്ത കുറ്റത്തിന് അതിനൊരു നീതി കിട്ടണം. ഇനി ഒരു കുട്ടികൾ കൊല്ലാൻ പാടില്ല. ഒരച്ഛൻ്റെയും ഏത് കുടുംബത്തിലും കുട്ടികളും കുടുംബമാണ് ഏറ്റവും വലുത്. ഒരു കുട്ടിയെ തെറ്റ് കണ്ടാൽ ചിലപ്പം ചട്ടിങ്ങളൊക്കെ തട്ടിമുട്ടി കൊല്ലാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൊലപാതകയെ കുറ്റവാളിയായിട്ട് അംഗീകരിച്ച് അതിനുള്ള ശിക്ഷ അതിനുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷ കൊടുക്കുക. അത് അടിച്ച് കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ടെന്നൊക്കെ. അതായത് കറുത്ത ഡോട്ടിലൊക്കെ കിടന്ന്, അതായത് ഡോട്ടല്ല ഇങ്ങനെ കറുത്ത പാടിൽ നല്ല രീതിക്ക് അടി കിട്ടിയതിൻ്റെ. അവരെ വീട്ടുകാരെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. അതായത് അവരെ അമ്മയ്ക്കും എല്ലാവർക്കും ഒരു പങ്ക് കാണും. അഭിജിത്തിനെതിരെ ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം എന്നീ കുറ്റങ്ങൾ ചുമത്തി. അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനം, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അഭിജിത്തിന്റെയും അജാസിന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അന്വേഷണം ഡിവൈഎസ്പി ഏറ്റെടുത്തു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വ്യാപാരിക്ക് നേരെ ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ SDPI പ്രവർത്തകരെന്ന് ആരോപണം. കാട്ടാക്കട പൂവച്ചൽ ആലമുക്കിലെ ബേക്കറി ഉടമ പ്രകാശിനെയും മകനെയുമാണ് സംഘം കടയിൽ കയറി ആക്രമിച്ചത്. അനസ്, അല്ലമീൻ, ആഷിഖ് എന്നിവരാണ് ആക്രമിച്ചതെന്ന് പരാതി. തിരുവനന്തപുരത്ത് പൂവച്ചലാണ് ബേക്കറി ഉടമയ്ക്ക് നേരെ ഒരു സംഘം ആളുകൾ വൈകിട്ടോടെ ആക്രമണം നടത്തിയത്. ആലമുക്കിലെ VS ബേക്കറി നടത്തുന്ന ഉടമ പ്രകാശിനെയാണ് സംഘം ഗുരുതരമായി മർദ്ദിച്ചത്. മകനെ മർദ്ദിച്ച സംഘത്തെ തടഞ്ഞതാണ് പ്രകാശിന് നേരെയും ഈ സംഘം തിരിയാൻ കാരണമായത്. ഇരുവരെയും കല്ലുകൊണ്ടാണ് സംഘം ഇടിച്ചു പരിക്കേൽപ്പിച്ചത്. പ്രകാശനും മകനും ഗുരുതര പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമത്തിന് പിന്നിൽ SDPIയുടെ പ്രവർത്തകരെന്നാണ് സൂചന. അനസ്, അല്ലമീൻ, ആഷിഖ് എന്നിവരാണ് ബേക്കറിയിലെത്തി അക്രമം നടത്തിയത്. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പ്രദേശത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടത്തി. ജനം, തിരുവനന്തപുരം. ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം തുടരുന്നു. എറണാകുളം പനങ്ങാട് മദ്യലഹരിയിൽ പോലീസിനെ ആക്രമിച്ച 7 അംഗ സംഘം പിടിയിൽ. 7 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുണ്ടകളുടെ ഭീഷണി ഭയന്ന് തിരുവാണിയൂർ സ്വദേശി ജീവനൊടുക്കിയ സംഭവം ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ തേർവാഴ്ചയുടെ തുടർക്കഥയാണ്. ഇന്നലെ രാത്രി നടന്ന കോമ്പിങ്ങിനിടെയായിരുന്നു ആക്രമണം. എല്ലാ ശനിയാഴ്ചകളിലും കൊച്ചി സിറ്റി പോലീസിന്റെ പ്രത്യേക പരിശോധനകൾ നടക്കാറുണ്ട്. ഇങ്ങനെ കോമ്പിങ്ങിനായി എത്തിയ പോലീസ് സംഘമാണ് ആക്രമിക്കപ്പെട്ടത്. കുമ്പളം പാലത്തിനടുത്ത് നിർത്തിയിട്ട ബെൻസ് കാറിന്റെ മുകളിലും ബോണറ്റിലുമെല്ലാമായി സംഘം കിടന്നുറങ്ങുകയായിരുന്നു. സംശയം തോന്നി വിളിച്ചുണർത്തിയപ്പോൾ പോലീസിന് നേരെ തിരിഞ്ഞു. കൂടുതൽ പോലീസ് സംഘത്തെ വിളിച്ചു വരുത്തിയതോടെ കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ലഹരി സംഘങ്ങൾക്കൊപ്പം ഗുണ്ടകളും ഭീതി വിതയ്ക്കുകയാണ്. തിരുവാണിയൂരിൽ ഗുണ്ടാ ഭീഷണി ഭയന്നാണ് തിരുവാണിയൂർ സ്വദേശി ബാബു ജീവനൊടുക്കിയതെന്ന പരാതി ഉയർന്നു കഴിഞ്ഞു. ഗുണ്ടകൾ ബാബുവിനെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. വ്യാഴാഴ്ചയായിരുന്നു മർദ്ദനം. ഗുണ്ടാ സംഘങ്ങൾ പ്രതികളായ കേസിൽ അനുകൂലമായി സാക്ഷി പറയാൻ എത്താത്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. ഭീഷണിയെ തുടർന്നാണ് ജീവനൊടുക്കുന്നതെന്ന കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. ജനം, കൊച്ചി. തിരുവനന്തപുരത്ത് 19 വയസ്സുകാരിയെ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമങ്ങാട് വഞ്ചുവത്ത് വാടകയ്ക്ക് താമസിക്കുന്ന നമിതയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആരനാട് ITIയിലെ 2ാം വർഷ ഇലക്ട്രോണിക് വിദ്യാർത്ഥിനിയാണ് മരിച്ച നമിത. പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനിയാണ് മരിച്ച നമിത. വീട്ടിൽ ആരുമില്ലാത്ത സമയമാണ് നമിത ആത്മഹത്യ ചെയ്തത്. പെൺകുട്ടി നെടുമങ്ങാട് സ്വദേശി സന്ദീപുമായി വിവാഹത്തിന് വാക്കുറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ സന്ദീപ് വീട്ടിലെത്തിയിരുന്നു. പെൺകുട്ടിയുമായി സംസാരിച്ച ശേഷം മടങ്ങി. പിന്നീട് നമിതയെ ഫോണിൽ വിളിച്ചുവെങ്കിലും നമിത ഫോൺ എടുത്തില്ല. തുടർന്ന് സന്ദീപ് നമിതയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്ദീപ് ഉടൻ തന്നെ അയൽവക്കക്കാരെ വിവരമറിയിച്ച് നമിതയെ നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നമിതയുടെ അമ്മ സമീപത്തെ കോഴി ഫാമിലെ ജീവനക്കാരിയാണ്. സന്ദീപുമായി നമിത 2 വർഷക്കാലമായി പ്രണയത്തിലായിരുന്നു. പ്രണയ വിവരം വീട്ടിലറിയിക്കുകയും ഇരുവരുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. നമിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും. ജനം, തിരുവനന്തപുരം. കൊല്ലം ഓച്ചിറയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ കാറിൽ കടത്തി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സ്രായിക്കാട് സ്വദേശി ജിതിനസ് കുമാറിനെയാണ് ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഇതുവരെ 3 പേരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഴിക്കൽ സ്വദേശികളായ മിനി കൃഷ്ണ, അജയൻ എന്നിവരാണ് പിടിയിലായ മറ്റ് 2 പേർ. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവും സുഹൃത്തും അറസ്റ്റിൽ. കന്യാകുമാരി സ്വദേശി വിശാഖ്, വെള്ളട സ്വദേശി സോലി എന്നിവരാണ് വെള്ളട പോലീസിന്റെ പിടിയിലായത്. ചൈൽഡ് വെൽഫെയറിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷമായി പെൺകുട്ടിയെ കന്യാകുമാരി സ്വദേശി 21 വയസ്സുള്ള വിശാഖ പ്രണയം നടിച്ച് സുഹൃത്ത് സോലിയുമായി ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു വരികയായിരുന്നു. പെൺകുട്ടി മാനസികമായ അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയതോടെ CWCയിൽ വിവരം ലഭിച്ചു. തുടർന്ന് CWC നടത്തിയ കൗൺസിലിംഗിനിടയിലാണ് കുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്ന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് CWC വെള്ളട പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 21 വയസ്സുള്ള കന്യാകുമാരി സ്വദേശി വിശാഖ്, 20 വയസ്സുള്ള വെള്ളട സ്വദേശി സോലി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 2 വർഷക്കാലം പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് ഇരുവരും പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും വെള്ളട സ്റ്റേഷൻ പരിധിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വെള്ളട SHO പ്രസാദ്, സബ് ഇൻസ്പെക്ടർ റസൽ രാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇരുവരെയും അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡിൽ വിട്ടു. ജനം, തിരുവനന്തപുരം.